അള്ളാഹു നിനക്ക് വേണ്ടി ഏറ്റെടുത്ത ഒന്നിൽ നിന്ന് നീ കഷ്ടപ്പെടുന്നതും അവൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒന്നിൽ നിന്ന് നീ ഭംഗം വരുത്തുന്നതും നിന്റെ ഉൾക്കാഴ്ച മങ്ങിയതിന് തെളിവാണ്. ആളുകൾ പ്ലാൻ ചെയ്യും അമ്മാനെ മുൻനിർത്താൻ, എന്നിട്ട് അതിന് നമ്മൾ അള്ളാഹു ഏറ്റെടുത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടും. അള്ളാഹു ഏറ്റെടുത്താണ് അടുത്ത മാസം എനിക്ക് എത്ര റിസൾട്ട് കിട്ടണമെന്ന് അള്ളാഹു എഴുതി വെച്ച കാര്യമാണ്. എന്നാലും നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടും അള്ളാഹിനെ ഓർക്കാതെ. പക്ഷെ അള്ളാഹു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യത്തിന് നമ്മൾ അതിൽ ഭംഗം വരുത്തും, അതിൽ കഷ്ടപ്പെടുന്നില്ല. അള്ളാഹു നമ്മളിൽ നിന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു, അവനെ ആരാധിക്കുക, അവനെ കുറിച്ച് പഠിക്കുക, ഇനി കഷ്ടപ്പെടില്ല, അതിന് നമ്മൾ കോട്ടം വരുത്തുകയും ചെയ്യും. എന്നാലും അള്ളാഹു ഏറ്റെടുത്തൊരു കാര്യത്തിന് നമ്മൾ കഷ്ടപ്പെടാണ്. അള്ളാഹു നിനക്ക് നൽകാമെന്ന് ഏറ്റെടുത്തു, നമ്മൾ അതിന് തലമുണ്ടാക്കി ഓടി ചാടി മറിഞ്ഞ് കൊലവാക്കി അള്ളാഹു എനിക്ക് അടുത്ത മാസം 1 ലക്ഷം റുപ്യാണ് നിന്റെ റിസ്ക് വിരിച്ചിട്ടുള്ളത്. നമ്മൾ 1 കോടിയുടെ പണി ചെയ്താലും ആ 1 ലക്ഷം നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറയാം, ഒരാള് കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്, അൽഹംദുലില്ലാഹ് നല്ല വരുമാനമുണ്ട്, മാസം 1 ലക്ഷം റുപ്യ കിട്ടുന്നുണ്ട്. അവന്റെ റിസ്ക് അള്ളാഹു കണക്കാക്കിയത് അങ്ങനെ. ഇപ്പൊ വിചാരിച്ച് നമുക്ക് കുറച്ച് ബ്രാഞ്ചും കൂടി തുടങ്ങാം. അങ്ങനെ അവിടെ നിന്നും പൈസ ഓർഡർ ചെയ്ത് വേറെ 2-3 ബ്രാഞ്ച് തുടങ്ങി. അപ്പത്തേക്ക് കോവിഡ് വന്നു. എത്ര ഓടിച്ചാടി ലോകത്ത് കിട്ടുന്നത് 1 ലക്ഷം തന്നെയാണ്, ബ്രാഞ്ച് കൂടിയിട്ടും കിട്ടുന്ന 1 ലക്ഷമാണ്. അപ്പൊ അള്ളാഹു കുദ്സിയായ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഞാൻ തരുന്നതിൽ നീ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ കാട്ടിൽ അയച്ചിട്ട് മൃഗങ്ങളെ പോലെ ഞാൻ നിന്നെ അയച്ചുവിടും. നീ എത്ര ഓടി കാട്ടിലേക്ക് ഓടിച്ചായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നോ